നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യശയ്യാപ്രവചനം 24-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചതുറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളിച്ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവൻ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞ് ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മാനസന്മാരൊക്കെയും നെടുവീർപ്പിടുന്നു. തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ കോശം തീർന്നു പോകുന്നു. കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. അവർ പാട്ട് പാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല, മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും. ശൂന്യ പട്ടണം ഇടിഞ്ഞ് കിടക്കുന്നു, ആർക്കും കടന്ന് കൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞുപോയിരിക്കുന്നു. വീഞ്ഞില്ലായ്കയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു. ദേശത്തിലെ ആനന്ദം പൊയ്പോയിരിക്കുന്നു, പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു. വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു, ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ച് തീർന്നിട്ട് കാലാപറുക്കുന്നത് പോലെയും ഭൂമിയുടെ മധ്യ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിൽ ആർക്കും യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവീൻ. നീതിമാന് മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതികൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടക്കുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കയില്ല. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ച് കൂട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാർ മുമ്പിൽ തേജസ്സുണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. യശയ്യാപ്രവചനം 24-ാം അധ്യായം. പാപം നിമിത്തം ലോകജാതികൾക്ക് ദൈവം വരുത്തുന്ന ന്യായവിധിയാണ്. അതിൻ്റെ അവസാനം ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്ന കാര്യമാണ് ഈ 24-ാം അധ്യായത്തിലെ വിഷയം. ഇതിൽ വളരെ പ്രസിദ്ധങ്ങളായ ചില വാക്യങ്ങളുണ്ട്. 17-18 വാക്യങ്ങൾ. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. 19-ാം വാക്യം. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കയില്ല. ബാബിലോൺ, അശൂര്, അരാം, മോവാബ്, മിസ്രയീം, അറേബ്യ, കൂശ്, സോർ
തുടങ്ങിയ രാജ്യങ്ങളെ അവരുടെ പാപം മൂലം ന്യായം വിധിക്കുന്ന കാര്യമാണ് 23 വരെ അധ്യായങ്ങളിൽ ഉള്ളത്. എന്നാൽ സകല ജനസമൂഹങ്ങളെയും ന്യായം വിധിക്കും എന്നാണ് 24 അധ്യായം പറയുന്നത്. സൃഷ്ടാവിനെ അല്ല, സൃഷ്ടിയെ ആണ് അവർ ആരാധിച്ചിരുന്നത്. അതുപോലെ സൃഷ്ടാവ് ഉദ്ദേശിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളെ എല്ലാവരും അനുസരിക്കേണ്ടത് ആണെന്നും സകല ജനപദങ്ങൾക്കും മനസാക്ഷിയിലൂടെ ദൈവം അറിവ് നൽകിയിട്ടുണ്ട്. പക്ഷേ അവര് സൃഷ്ടാവിന് പകരം സൃഷ്ടികളെ ആരാധിക്കുകയും ധാർമ്മിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി ഓരോരുത്തൻ ബോധിച്ചതുപോലെ ജീവിക്കുകയും ചെയ്തു. ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ളതാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിയമിച്ചിരുന്നത്, ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥ. പക്ഷേ മനുഷ്യർ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുക്കുകയാണ്. പ്രത്യേകിച്ച് ബഹുഭാര്യത്വം, വിവാഹമോചനം, പുനർവിവാഹം, അതുമൂലമുണ്ടാകുന്ന കുടുംബ തകർച്ച, ഇത് ലോകത്തെമ്പാടും ഇന്ന് കാണാൻ കഴിയും. അന്ന് ഇത് ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അവന് മനസാക്ഷിയിലൂടെ മാത്രമല്ല, ദൈവം അവന് എഴുതി കൊടുത്ത പ്രമാണങ്ങൾ അവന് ഉണ്ടായിരുന്നു. ഏത് കാലത്തും മനസാക്ഷിയിലൂടെ ദൈവം കൊടുത്ത പ്രമാണങ്ങളെ പാലിക്കാതിരിക്കുന്ന ആളുകളെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്. മനസാക്ഷിയിലൂടെ മനുഷ്യന് പ്രമാണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യൻ ദൈവാത്മാവോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവാംശം അവനിലുണ്ട്. അതുകൊണ്ടാണ് അവന് മനസാക്ഷിയിൽ ഒരു ദൈവബോധവും ദൈവഭയവും ഒക്കെ ഉള്ളത്. പക്ഷേ അതിനെ അവഗണിച്ചിട്ട് മനുഷ്യൻ ദൈവവിരുദ്ധമായ വിഗ്രഹാരാധനയും അതുപോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ആരാധിക്കുകയും ഇടജാതികളെയും മൃഗങ്ങളെയും നാൽക്കാലികളെയും ഒക്കെ ആരാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ സകലവിധ മ്ലേച്ഛതയും ദുർനടപ്പും അശുദ്ധിയും അവർ ചെയ്യുന്നു. അതിനാൽ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയ്ക്കിടെ, അതായത് പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന കാലത്ത്, നോഹയുടെ കാലത്തെ ജനത്തെയും ലോത്തിന്റെ കാലത്തെ ജനത്തെയും ശിക്ഷിച്ചതുപോലെ ദൈവം ഓരോ രാജ്യത്തെയും ശിക്ഷിക്കും. അത് ഒന്നുകിൽ യുദ്ധം കൊണ്ടാകാം, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും അതുപോലെ പകർച്ചവ്യാധികൾ മൂലവും ഒക്കെയാകാം. ഇതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്കാണ്. ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ഭയപ്പെടുവാൻ ആണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവസാനം വായിക്കുന്നത് ദൈവയുദ്ധങ്ങളെ നിർത്തലാക്കുകയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. യഹോവയായ ദൈവമായ യേശുവിനെ കൈക്കൊള്ളുന്ന സകല ജാതിയിലും വംശത്തിലും ഭാഷയിലും നിന്നുള്ള ആളുകൾ ആ ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കും. ഇന്ന് സകല ജാതികളോടും അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കാൻ യേശു കൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവദാസന്മാർ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്തിൽ എവിടെയും എത്തുവാനിടയായി. പിന്നീട് അത് തുടരുകയാണ്. യേശുവിൻ്റെ വരവ് വരെ അത് തുടരും. യേശുവിൻ്റെ വരവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ സകല രാജ്യത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ആളുകൾ തേജസ്കരിക്കപ്പെടും. അവര് ദൈവരാജ്യം അനുഭവിക്കും. ഈ അധ്യായത്തിൻ്റെ അവസാനം വായിക്കുന്നത് അന്ന് സൂര്യനും ചന്ദ്രനും ഒന്നും ആവശ്യമില്ല, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഉണ്ടായിരിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടവർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാത്തവർ, അവശേഷിക്കുന്നവർ യേശുവിനെ കൈക്കൊണ്ട് നിത്യത ഭദ്രമാക്കാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.